Hi everyone, welcome to Krish Talks. യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം BBA സ്റ്റുഡൻസിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഇൻട്രോ വീഡിയോ, തേർഡ് സെം ഇൻട്രോ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോസ് ഒന്ന് കാണിക്കാമോ, ഏത് ഓതറിന്റെയാണ് വാങ്ങേണ്ടത്, ഓരോന്നിൽ എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, മസ്റ്റ് ആയിട്ടും വാങ്ങേണ്ട ടെക്സ്റ്റ് ബുക്സ് ഏതൊക്കെയാണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണ്, ദെൻ ബികോം BBAക്ക് കോമൺ ആയിട്ട് വരുന്ന ബുക്സ്, അതേപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വർഷം മുന്നാണ് ഈ തേർഡ് സെമ്മിന്റെ പുതിയ സിലബസ് പ്രകാരമുള്ള ബുക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചു അതേ വീഡിയോ തന്നെ കണ്ടാൽ മതിയോ, സിലബസ് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. സിലബസ് മാറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്താലും മതി കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബുക്കാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഡോക്ടർ അബ്ദുൾ അസീസ് കൊറോത്ത് എന്ന ഓതറിന്റെ പുസ്തകമാണ്. ബികോം BBA സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്, ഒരു സബ്ജക്റ്റ് ആണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഇതിലാകെ 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുള്ളൂ എന്ന് വിചാരിക്കേണ്ട, എല്ലാം അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ബുക്ക് ഇറങ്ങിയ സമയത്താണ്, കാരണം ഒരു ഐഡിയ ഇല്ല കുട്ടികൾക്ക് എന്താ പഠിക്കണ്ടേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിലില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഈ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിന്റെ വീഡിയോസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി വീഡിയോസ് ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു ചാപ്റ്ററിന്റെ തന്നെ 3 or 4 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും എക്സാം ടൈമിലാണ് ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് യൂട്യൂബ് വീഡിയോസ് ആയാലും നോക്കുന്നത്. അപ്പോൾ ആ ഒരു തലേദിവസം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സബ്ജക്റ്റ് പഠിച്ച് തീരില്ല. നമ്മുടെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കാണാനായിട്ട് മിനിമം നിങ്ങൾക്ക് ഒരാഴ്ചയെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് എക്സാമിന്റെ തലേദിവസം വന്ന് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനിരുന്നാൽ തീരില്ല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയും. കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാലേ എന്തെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. തിയറി പേപ്പർ ആണെന്ന് വെച്ചാൽ തള്ളിക്കളയേണ്ട ഒരു സബ്ജക്റ്റ് അല്ല ഇത്. ഏറ്റവും കൂടുതൽ സപ്ലൈ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് ട്യൂഷൻ അവൈലബിൾ ആയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ നമ്മൾ ഓഗസ്റ്റ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഒത്തിരി കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തു. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 1 മുന്നേ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്യൂഷൻ ജോയിൻ ചെയ്താലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിനെ കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ട് എന്നാൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും വിട്ടുപോവാതെ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. സിമ്പിൾ നോട്ട്സ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം നിങ്ങൾക്ക് ട്യൂഷനിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി 1 hour ഉള്ളൂ ക്ലാസ്. അപ്പം പിന്നെ നിങ്ങൾ എക്സാം ടൈമിൽ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. ദെൻ ഇതിന് 110 രൂപയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് മസ്റ്റ് ബൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റിന്റെ ട്യൂഷനിലെ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്യൂഷനിൽ ജോയിൻ ചെയ്തവർക്ക് കുറച്ച് മുന്നേ തന്നെ നോട്ട്സ് കിട്ടും. ബാക്കിയുള്ള കുട്ടികൾക്ക് ടെലഗ്രാമിൽ എക്സാമിനൊരു എന്താ പറയുക, ഒരു 15 or 20 ഡേയ്സിന് മുന്നേ ആയിരിക്കും നോട്ട്സ് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ നോട്ട്സ് എന്തായാലും നിങ്ങൾക്ക് തരും. അതിന് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചോളൂ. അതേപോലെ തന്നെ ട്യൂഷനിലുള്ള കുട്ടികളാണെങ്കിൽ ഞാൻ അവരോട് വാങ്ങണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള നോട്ട്സ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റും ബിസിനസ് റെഗുലേഷനും സെയിം ആണെന്നുള്ളത്. ചില കോളേജുകളിൽ സാറുമാരും ടീച്ചേഴ്സൊക്കെ പറയുന്നത് ബിസിനസ് ലോ എന്നാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിൽ ഉടനീളം നമുക്ക് പഠിക്കാനുള്ളത് കുറെ നിയമങ്ങളാണ്, ലോകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോ എന്നും ഈ സബ്ജക്റ്റിനെ പറയാറുണ്ട്. എനിവേ സെയിം ആണ്. ബിസിനസ് റെഗുലേഷൻ എന്ന് പറഞ്ഞാലും ബിസിനസ് ലോ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്നത് ബികോമുകാരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ ആണ്. പക്ഷേ ബികോം BBA കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. ഒരു ചാപ്റ്റർ മാത്രമേ BBA കുട്ടികൾക്ക് വ്യത്യാസമുള്ളൂ. അപ്പൊ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഇതിൽ ഏകദേശം ഒരു 19 ചാപ്റ്റേഴ്സോളം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ 2 or 3 പേജുള്ള ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ സെക്ഷൻസ് കാര്യങ്ങൾ നിയമങ്ങളായതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ ഇതിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം സെക്ഷൻസ് ഒന്നും നമുക്ക് തോന്നിയ പോലെ എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട സെക്ഷൻസും സെന്റൻസുകളുമാണ് ഈ സബ്ജക്റ്റിലൂടെ നീളം വരുന്നത്. സോ ഇതും തിയറി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയേണ്ട ഒരു സബ്ജക്റ്റ് അല്ല.
അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇതിലും സപ്ലി അത്യാവശ്യം വരുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഇതിൻ്റെയും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ട്യൂഷൻ അവൈലബിൾ ആണ്. ഓഗസ്റ്റ് 1 മുതൽ 20 വരെ നമ്മൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് പഠിച്ചതിന് ശേഷം, ട്യൂഷൻ എടുത്തതിന് ശേഷം, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ ഒരു പകുതി വരെ, അതായത് ഓണത്തിന് മുന്നേ തന്നെ തീർക്കുന്ന രീതിക്കാണ് ബിസിനസ് റെഗുലേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും കൂടി ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഫീസിൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓഗസ്റ്റ് 1 വരെ നിങ്ങൾക്ക് ഇനി 2 സബ്ജക്റ്റിലും ജോയിൻ ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. അപ്പോൾ ബിസിനസ് റെഗുലേഷനും ലോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് കാര്യങ്ങൾ തരും. അപ്പോൾ ഇതിൻ്റെ നോട്ടിൻ്റെ കേസ് അതേപോലെ തന്നെ പറയാണ്, നമ്മളൊരു എക്സാമിന് ഒരു 20 ദിവസം മുന്നേ ആയിട്ട് നോട്ട്സ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ട്യൂഷനിലുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും മസ്റ്റ് ബൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന് 1 മാസം മുന്നേ പഠിച്ചു തുടങ്ങേണ്ട കുട്ടികൾ നിങ്ങൾ വാങ്ങിച്ചോളൂ. നമ്മുടെ നോട്ട് ക്രിസ്റ്റോക്സിന്റെ നോട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിന്റെ 1 മാസം ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഈ 2 സബ്ജക്റ്റ് ഞാൻ നോട്ട് തരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സബ്ജക്റ്റ് ആണ് BCom BBAക്ക് വരുന്ന നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് BNM എന്ന് പറയുന്നത്. BNS എന്നും ഇതിനെ പറയാറുണ്ട്. അതായത് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് എന്നും ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നും ഇതിനെ പറയാറുണ്ട്. ആക്ച്വലി ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് BNS പഴയ സിലബസിൽ പ്രകാരം ഉള്ള ഒരു പേരാണ്. BNM ആണ് കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന പേര്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ റേറ്റ് വരുന്നത് 130 നേരത്തെ ബുക്കിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ല, 130 തന്നെയാണ് റേറ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ റേറ്റും 130. 5 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇതൊരു മാത്സ് പോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. കുറച്ച് കണക്കുകൾ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ന്യൂമറിക്കൽ ടേംസ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സബ്ജക്റ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നില്ല, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. സോ ഇത് ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഒത്തിരി എന്താ പറയുക, നമ്മൾ എക്സ്ട്രാ എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ബുക്ക്. അപ്പം നിങ്ങൾ ഈ ഒരു ബുക്ക് ഒന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൽ സൈഡിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിടാനോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിടാനോ ഒക്കെ ആയിട്ട് ഈ പുസ്തകം നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളൊന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. BCom BBA കുട്ടികൾ തീർച്ചയായിട്ടും വാങ്ങേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇനി അടുത്തൊരു ടെക്സ്റ്റ് ബുക്കാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ BCom BBA കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പം ഈ പറഞ്ഞ 4 എണ്ണവും നിങ്ങൾക്ക് 2 കൂട്ടർക്കും പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ്. ഇപ്പം ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ബുക്ക് BComകാരുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസം BBA സ്റ്റുഡൻസിനും വരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ 2 കൂട്ടരുടെയും തിയറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പം ഈ ഒരു ബുക്കും നിങ്ങൾ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ബുക്കാണ്. തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഒത്തിരി ടേംസ് കാര്യങ്ങളും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങി വർക്കൗട്ടൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് 2ഉം നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ബുക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ 180 രൂപയാണ് റേറ്റ് വരുന്നത്. മുന്നത്തെ ബുക്ക് 130. അപ്പോൾ ഈ 2 ബുക്ക് എല്ലാ ബുക്ക് സ്റ്റാളിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി ഞാൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് മക്കളെ, ദയവ് ചെയ്ത്. കാരണം ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട് ആ മെറ്റീരിയൽസിൽ. കണക്കിലൊക്കെ പറയണ്ട, അത്യാവശ്യം നല്ല രീതിക്ക് മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ പ്രിന്റിങ് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ ആക്ച്വലി ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങൾ ഇടുന്നത്. അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസിന് പോലുള്ള കാര്യങ്ങൾ അതിലുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത സമയത്തൊക്കെ ഞാനിപ്പോൾ കുട്ടികളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ആ ഒരു മെറ്റീരിയൽസ് നോക്കണ്ട, നിങ്ങൾ എന്തായാലും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് വാങ്ങാനാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്സ് ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളിതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കുക, എന്നിട്ട് ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാൽ മതി കേട്ടോ. BBA സ്റ്റുഡൻസ് BBAയുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു വാങ്ങുക. ഇനി അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് BComകാർക്ക് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് ആണ്.
ബികോം സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HRM എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെന്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് റിവിഷൻ വീഡിയോസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എക്സാം ടൈം ആകുമ്പോഴേക്കും കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എങ്കിലും ഇതൊരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ. ദെൻ നമ്മൾ ട്യൂഷൻ ഇതിന് അവൈലബിൾ ആണ് ആക്ച്വലി. പക്ഷേ ഈ 2 സബ്ജക്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസും ബിസിനസ് റെഗുലേഷനും എടുത്ത് കഴിഞ്ഞിട്ട് സമയം അനുസരിച്ചാണ് നമ്മൾ HRM ട്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പൊ ആ 2 സബ്ജക്റ്റ് ആണ് ഉള്ളത് കേട്ടോ. ഇനി ഇത് BBA-കാർക്ക് മാത്രം വരുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 6 ചാപ്റ്റേഴ്സ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിൽ കുറച്ച് പ്രോബ്ലം ഏരിയാസും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ തിയറി പാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ട്യൂഷനും ഇതേപോലെ സമയം അനുസരിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളടുത്ത് പിന്നീട് അറിയിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ ആദ്യത്തെ 2 സബ്ജക്റ്റ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസും ഈ ഒരു ബിസിനസ് റെഗുലേഷനും ഇത് രണ്ടുമാണ് ട്യൂഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാം കഴിയുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു എന്താ പറയുക കോച്ചിങ് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, റിവിഷൻ, ഡെയിലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ഡെമോ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസ്സിനും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡെമോ ക്ലാസ് വേണം, മിസ്സിൻ്റെ ക്ലാസ് ട്യൂഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പോൾ അതൊന്ന് ജോയിൻ ആക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ജോയിൻ ചെയ്യാം, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു അവസരമുണ്ട്. എനിവേ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 2 സബ്ജക്റ്റ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.